അതെന്താണ്? എന്താണ് കണ്ടത്? ആ കാഴ്ച ശബ്ദമായി പരദേവത എന്നെ അറിയിച്ചിരിക്കുകയാണല്ലോ. കുട്ടികൾക്ക് പിന്നാലെ ആരാണ്? ശ്രീദേവി, ശ്രീദേവി! വല്യച്ഛ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്താ വല്യച്ഛ? വൃന്ദയും കൂട്ടുകാരും സുരക്ഷിതരല്ല. അവർക്ക് പിന്നാലെ ഏതോ നീചശക്തി സഞ്ചരിക്കുന്നു. നീചശക്തിയോ? ആരാത്? അത് ഉറവിടം വ്യക്തമാകുന്നില്ല. സൂചന നൽകാൻ പരദേവതയ്ക്കും കഴിയുന്നില്ല. ഉപാസനാമൂർത്തികൾ മടിച്ചു നിൽക്കുന്നു. എന്റെ ഈശ്വര, എന്താ ഈ സംഭവിക്കുന്നേ? കുട്ടികളെ ഫോണിൽ വിളിച്ച കിട്ടുന്നുമില്ലല്ലോ. മനയിലെ പിതാമഹന്മാർ മുൻപ് ചെയ്ത കർമ്മങ്ങളില് പ്രതികാര ചിന്തയുണ്ടായ ഏതെങ്കിലും ശക്തിയാണോ? മനയുമായി ബന്ധപ്പെട്ട ശക്തിയല്ല ഇത്. മാന്ത്രികന്റെ മായാ കാഴ്ചയെ പോലും മറയ്ക്കുന്ന മറ്റേതോ ശക്തിയാണ്. പുരുഷനോ സ്ത്രീയോ? അവിടെയാണ് ആശയക്കുഴപ്പം. അക്കാര്യത്തിൽ വ്യക്തത തരുന്നില്ല. അതറിയാനും കഴിയുന്നില്ല. കുട്ടികൾ പുറത്താണല്ലോ, അവരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു പൂജ കൂടി ചെയ്യേണ്ടി വരും. ഇതൊക്കെ കുട്ടികളെ എങ്ങനെ അറിയിക്കും? അറിയിക്കാൻ വഴിയില്ലല്ലോ. പോംവഴി ഇവിടെ തന്നെ ചെയ്യാം. ശ്രീദേവി പുറത്തുപോയി ദേവാരപ്പുരയുടെ വാതിൽ അടച്ചേക്കൂ. ഞാൻ പൂജ കഴിഞ്ഞ് പുറത്തു വരുന്നതുവരെ മനയുടെ പ്രധാന വാതിലും അടച്ചിട്ടേക്ക്. ശരി വല്യച്ഛ. ദേവതകളെ, അരുതാത്തതൊന്നും സംഭവിക്കില്ലേ. കുട്ടികളെ കാത്തോളണേ. ബ്യൂട്ടിഫുൾ സ്ഥലം. നീ നോക്കിയ നല്ല സ്ഥലം അല്ലേ? എന്ത് നല്ല സ്ഥലമായത്. അന്ന് നൈറ്റ് വന്നതുകൊണ്ട് നമുക്ക് ഈ സ്ഥലത്തിന്റെ ബ്യൂട്ടി അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. എത്ര ഭംഗിയാ ഇവിടെ. അന്ന് ആ യാത്രയുള്ള ടെൻഷനായിരുന്നു. ആരവേ, നിനക്കിപ്പോ എന്ത് തോന്നുന്നു? ഒന്നിങ്ങോട്ട് വന്നേ. എന്താടി? ആ സ്ഥലം കണ്ടോ? അതെന്താന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ കാഴ്ചയെ മറികടക്കുന്ന പല കാഴ്ചകളും ഈ പ്രദേശത്തുണ്ട്. ആരും വാ, നമുക്കൊരു സെൽഫി എടുക്കാം. എടുക്കാം. നോക്കിക്കേ. അനന്യ, വാ. അതെ, ഇപ്പൊ ഒരു ആന വന്ന എന്ത് ചെയ്യും? മേഘ, നീ എന്തിനാ ഇപ്പൊ ആനയെ പറ്റി പറഞ്ഞത്? ആനയെ വൃന്ദയ്ക്ക് ഭയങ്കര പേടിയാ. അന്ന് തന്നെ പേടിച്ച ഇതിലെ വന്നത്. പറയുന്ന ആളുടെ പേടിയൊന്ന് കാണേണ്ടതായിരുന്നു. ആന വന്ന എന്ത് ചെയ്യും അത് പറ. ഞാൻ ഓടി ഏതെങ്കിലും ഒരു മരത്തിൽ കയറും. അയ്യോ, എനിക്ക് മരത്തിൽ കയറാനൊന്നും അറിയില്ല. എന്നാ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കും. വാ.